മിറർ സെൽഫി എടുത്ത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ കണ്ണാടി ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും പുറത്ത് പോകാൻ റെഡി ആയതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചതേ നമുക്കൊരു റീലൊക്കെ അങ്ങോട്ട് ഷൂട്ട് ചെയ്യാമെന്ന്. അപ്പോൾ ഏതാണ് ഡാൻസ് വീഡിയോ എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യണം. പുറത്ത് പോകുന്നതിന് മുൻപ് എന്തൊക്കെ സാധനങ്ങൾ മേടിക്കണം ഞാൻ എഴുതി വെച്ചില്ലെങ്കിൽ ഇവിടെ എത്തിയിട്ടായിരിക്കും ഞാൻ ആലോചിക്കുക, അയ്യോ ഞാൻ ആ സാധനം മേടിച്ചില്ല, അയ്യോ ഞാൻ ഈ സാധനം മേടിച്ചില്ല എന്ന്. അപ്പോൾ ഞാൻ വേഗത്തെ ലിസ്റ്റൊക്കെ എടുത്ത് തന്നെ എൻ്റെ സന്തത സഹചാരിയുടെ കൂടെ ഞാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഹെൽമെറ്റ് വെച്ചപ്പോൾ ചെറുതായിട്ടൊന്ന് പാളി, ആ കമ്മലൊന്ന് കുടുങ്ങി. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി ഞാൻ ആദ്യം തന്നെ ഒരു തുണിക്കടയിലേക്കാണ് കേട്ടോ പോയത്. എനിക്ക് അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അവിടെ അത്യാവശ്യം നല്ല ക്രിസ്മസ് കളക്ഷൻ വന്നിട്ടുണ്ടോ. ഇപ്പോൾ ഏത് കട നോക്കിയാലും ഫുള്ളൊരു ചുമപ്പ് വൈബാണ് കേട്ടോ. അതിനുശേഷം ഞാൻ ഫ്രൂട്ട്സ് മേടിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അവിടെ എത്തിയപ്പോൾ ഞാൻ നല്ല മുട്ടം പോസ്റ്റ്. എനിക്ക് തോന്നുന്നു ഞാൻ നന്നായെന്ന് എല്ലാവരും അറിഞ്ഞു എന്ന് തോന്നുന്നു. അതുകൊണ്ട് അവരും കൂടി നന്നാവാൻ വേണ്ടി എല്ലാവരും അതിൻ്റെ മുൻപിൽ നല്ലൊരു ക്യൂ ആയിരുന്നു. അതിനുശേഷം ബേക്കറിയിലേക്ക് പോയിരുന്നു. അവിടെയും ചെന്നപ്പോഴുണ്ടോ ഞാൻ പോസ്റ്റ്. എനിക്ക് തോന്നുന്നു ഞായറാഴ്ച ആയതുകൊണ്ട് എല്ലാവരും അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട്. എനിക്ക് മാത്രം ഇറങ്ങിയാൽ മതി വലിയനെ, ബാക്കി എല്ലാവർക്കും കൂടി സാധനങ്ങളൊക്കെ മേടിക്കണ്ടേ. അപ്പോൾ അവിടെ നിന്ന് പോസ്റ്റ് ചെയ്ത് ഞാൻ നേരെ വീട്ടിലേക്ക് എത്തി. അപ്പോൾ വീട്ടിലേക്ക് എത്തി ഞാൻ ഈ സാധനങ്ങളൊക്കെ കൊണ്ടുവയ്ക്കുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് എൻ്റെ അടുക്കളയാണ്. എനിക്ക് എൻ്റെ അടുക്കള വിട്ടിട്ട് വേറൊരു കളിയിലാട്ടോ. അപ്പോൾ അവിടെ വെച്ചിട്ട് ഞാൻ എല്ലാ സാധനങ്ങളും സെഗ്രിഗേറ്റ് ചെയ്യാണ്. ഓരോന്നായിട്ട് എന്തൊക്കെ മാറ്റി വെക്കണം എന്നൊക്കെ ആലോചിക്കുകയാണ്. നിങ്ങൾക്ക് ഓരോന്ന് കാണിച്ച് ഞാൻ ഷോഫ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ കുട്ടി ഒരു ഔട്ടിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അത്രയുള്ള ടാറ്റാ.